everyone, welcome back to my channel. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ സഫ്രോണിനെ പറ്റി ഇട്ടപ്പോൾ എനിക്ക് തന്നെ തോന്നിയൊരു ഫീലാണ് കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ രണ്ടാമതൊരു വീഡിയോയും കൂടി എടുത്ത് എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ചെയ്ത് പറയാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ സഫ്രോണിൻ്റെ മാനേജർ. ആക്ച്വലി ഹീ ഈസ് സോ ഫ്രണ്ട്ലി മാൻ. നമുക്ക് ഓരോ കസ്റ്റമറിനോടും ഭയങ്കര സൂപ്പറായിട്ടാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഫെസിലിറ്റീസിനെ പറ്റിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു നമുക്ക് ആ ഫെസിലിറ്റീസൊക്കെ ഒന്ന് കണ്ടു നോക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ പോയതൊരു ഫ്രൈഡേ ആയിരുന്നു. ഇവിടെ എന്നും തിരക്കാണ്, പക്ഷേ എസ്പെഷ്യലി തേഴ്സ്ഡേയും ഫ്രൈഡേയും കുറച്ചും കൂടി ഒന്ന് തിരക്ക് കൂടുതലായിട്ടുള്ള ദിവസമാണ്. അപ്പം നമുക്ക് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചില റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമുക്ക് പാർക്കിംഗ് ഭയങ്കര ഇഷ്യൂ ആവാറുണ്ട് അല്ലേ. പാർക്കിംഗ് കാരണം നമ്മൾ റെസ്റ്റോറൻറ്റ് മാറ്റി പോകാറുമുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അത് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സൂപ്പറായിട്ട് പാർക്ക് ചെയ്യേണ്ട ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതിനുശേഷം നമുക്ക് മുകളിലേക്ക് പോകാം, അത് പാർട്ടി റൂമിലേക്ക് പോകാം. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻ്റാണ് സഫ്രോൺ. അപ്പോൾ അതിനെപ്പറ്റി ഒരു 5 മിനിറ്റത്തെ വീഡിയോയ്ക്ക് എനിക്ക് അത്രയ്ക്കേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിയില്ല. അതിനെക്കാട്ടി ഒരുപാട് പറയാൻ എനിക്കുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എക്സ്പ്ലനേഷൻ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയ്ക്ക് ഞാൻ ഒന്നും കൂടി എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ റൂമിൻ്റെ പേരാണ് പേൾ റൂം. ഈ റൂം നമുക്ക് ബർത്ത്ഡേ പാർട്ടി, അതുപോലെ തന്നെ ആനിവേഴ്സറി, വെഡിങ് ആനിവേഴ്സറി, ഇങ്ങനത്തെ പല പല ഫങ്ഷൻസുകൾ നമുക്ക് ഹെൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഓരോരോ റൂമുകൾക്ക് ഓരോരോ പേരാണ്. അതെനിക്ക് ഭയങ്കര എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യമാണ്. ഇത് പേൾ റൂമാണ്. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നതാണ് ഡയമണ്ട് റൂം. ആ പേര് കേൾക്കുന്ന, ഡയമണ്ട് എന്നുള്ള പേര് കേൾക്കുന്ന പോലെ കുറച്ചൊരു സ്പെഷ്യലാണ്. അതായത് നമുക്കൊരു ഒഫീഷ്യൽ മീറ്റിങ്സ്, ഒരു കോൺഫറൻസ് ഹാൾ പോലെയാണ്. ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ഒക്കെ നമുക്ക് ഹെൽഡ് ചെയ്യാനായിട്ട് പറ്റിയതാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ഇവിടെ എല്ലാ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട. അവിടെ ഒന്ന് നിങ്ങൾ പോയാൽ മാത്രം മതി. ബാക്കി എല്ലാവരും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തരും. നിങ്ങൾ അതിൽ യാതൊരു നമുക്ക് ടെൻഷൻ ഒരു ആവശ്യം തന്നെ ഇല്ല. ഞാൻ നാട്ടിലോട്ട് പോകുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഈ സഫ്രോണും പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ആയിരിക്കും. കാരണം എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രെയർ റൂമിലേക്കാണ് പോയത്. പ്രെയർ റൂമിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു. കാരണം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് അവിടെ കയറിയപ്പോൾ ഭയങ്കര പോസിറ്റീവ് കാമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അടുത്ത് നമ്മൾ കാണുന്നതാണ് ഡീലക്സ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഡീലക്സ് ഉണ്ട്, റോയൽ ഉണ്ട്, VIP റൂമുണ്ട്. പക്ഷേ ഇവിടെ ഓരോ സെക്ഷനിലും ഓരോരോ സർവീസ് വേണം. എല്ലാ സർവീസും നമുക്കിപ്പം ഇതിനെയും കാട്ടി കൊള്ളില്ല മറ്റത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ സർവീസും ഒന്നിനൊന്നിനും മെച്ചമാണ്. ഇയാൾ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇവിടെ വരണ്ടായിരുന്നു എന്നൊരു റിഗ്രറ്റ് ഫീല് ഇതുവരെ ഇവിടുത്തെ ഒരു കസ്റ്റമേഴ്സിനും തോന്നിയിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്ലസ് പോയിന്റ്. കാരണം എന്ന് പറയുമ്പോൾ നമ്മളെ അത്രയും കെയറിങ് ആയിട്ടും അതുപോലെ നമ്മൾ അത്രയും റെസ്പെക്റ്റ് ആയിട്ടുമാണ് ഇവിടെയുള്ള ഓരോ ആൾക്കാരും നമ്മളെ കൺസിഡർ ചെയ്യുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എപ്പോൾ പോയാലും ഇവിടെ വരണ്ടാതെ റിഗ്രറ്റ് ഫീൽ തോന്നാറേയില്ല. അതിപ്പോൾ എനിക്ക് മാത്രം ഞാൻ പറയുന്നതല്ല, ആർക്കും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിനെപ്പറ്റി ഇത്രയും പൊക്കി പറയുന്നതല്ല, നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നതിൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വാപ്പച്ചി, ഉമ്മി, ഞാൻ, അനിയൻ, പിന്നെ ഞങ്ങളുടെ ഒരു അങ്കിളും കൂടിയാണ് അവിടെ പോയത്. ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ വ്യാഴം വെള്ളി കുറച്ചും കൂടി സ്പെഷ്യലായ ഫുഡൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ ഇഷ്ടം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ഞങ്ങളെപ്പോൾ പോയിട്ടുണ്ടെങ്കിലും വരുന്നത് ഈ ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ്റെ ബിഹേവിയറൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് സൂപ്പറായിട്ടുള്ള ഒരു സർവീസാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിന്ന് കയറിയിരിക്കുന്നത് റോയൽ റൂമിലാണ് കേട്ടോ. നമ്മൾ റോയൽ റൂമിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചായ ഓർഡർ ചെയ്തു. കാരണം നല്ല തലവേദനയായിരുന്നു. വാപ്പച്ചിക്കും ഇർഫാനും ഒരു സ്പെഷ്യൽ ഹോർലിക്സും. അതിനുശേഷം നമുക്കിതാ പപ്പടം വന്നു, പിന്നെ വെജീസ് വന്നു. കാരണം എനിക്കും എൻ്റെ അനിയനും പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ പോകുമ്പം അവർ ഞങ്ങൾക്ക് ആദ്യം കൊണ്ട് പപ്പടം വെച്ച് തരും. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്ത് ഓരോരോ സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്രാവശ്യം ബീഫ് ചാപ്സ്, ബീഫ് റോസ്റ്റ്, അതുപോലെ അൽഫാം, പെറോട്ട, സെഷ്വാൻ നൂഡിൽസ്, അരിപ്പത്തിരി, ഇങ്ങനെ കുറച്ച് ഫുഡ്സുകളാണ് നമ്മൾ ഓർഡർ ചെയ്തത്.
സത്യം പറയാമല്ലോ ഇവിടുത്തെ അരിപ്പത്തിരി നമ്മൾ ചില ഹോട്ടലുകളിൽ പോയിട്ട് കുറ്റം പറയുന്നതല്ല, പക്ഷേ ചില ഹോട്ടലിൽ പോയിട്ട് നമ്മൾ അരിപ്പത്തിരി കഴിക്കുന്ന ടൈമിൽ കുറച്ചുകൂടെ കട്ടിയാവാറുണ്ട്. എന്നാൽ ഇവിടുത്തെ അരിപ്പത്തിരി ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റായിരുന്നു. നമ്മളിങ്ങനെ തൊടുന്ന ടൈമിൽ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇളവി വരുന്ന ആ ഒരു രീതിയിലാണ് ഇരുന്നത്. അപ്പോൾ വാപ്പച്ചിയും ഞാനും പിന്നെ ഞങ്ങൾ രണ്ടുപേരും പെറോട്ടയാണ് ഓർഡർ ചെയ്തത്. കാരണം പെറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പെറോട്ട ഓർഡർ ചെയ്തു. വാപ്പച്ചി പെറോട്ടയും പിന്നെ ഉമ്മി നല്ല സോഫ്റ്റാന്ന് പറഞ്ഞപ്പോഴത്തേക്കും വാപ്പച്ചി അരിപ്പത്തിരിയും കൂടി എടുത്തുകൊണ്ട് പോയി. അൽഫാം നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ പെരി പെരി അൽഫാമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ അൽഫാം അങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇതെനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെ ഫസ്റ്റ് ടൈമാണ് അൽഫാം കഴിക്കുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു, സോഫ്റ്റായിരുന്നു. വാപ്പച്ചി ഇവിടുത്തെ ഫുഡിൽ ഇങ്ങനെ അഡിക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഞാൻ ഓരോരുത്തരായിട്ട് അഭിപ്രായം ചോദിച്ചില്ല, പക്ഷേ കാരണം അവർ കഴിക്കുന്ന ആ ഒരു എക്സ്പ്രഷനെ കൂടി തന്നെ നമുക്ക് അവർക്ക് എത്രത്തോളം ആ ഫുഡ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുമല്ലോ. അപ്പം ഞാൻ പെറോട്ടയുടെ കൂടെ അൽഫാമാണ് കഴിച്ചത്. കാരണം വേറെ കറിയുടെ ആവശ്യം എനിക്ക് തോന്നിയില്ല. അത് രണ്ടും ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു കോംബോ ആയിരുന്നു. അതിനുശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ സംസാരിച്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ ഫുഡ് കഴിച്ച് തീർന്നപ്പോഴാണ് നമ്മുടെ മാനേജർ അങ്കിൾ വരുന്നത്. സത്യം പറയാമല്ലോ, ഒരു മാനേജർ ചെയ്യേണ്ട റോള് 100% ഈ ഒരു അങ്കിൾ ചെയ്യുന്നുണ്ട്. വളരെ സൂപ്പറായിട്ട് കസ്റ്റമേഴ്സ് ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിട്ടും നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടോ, എന്തെങ്കിലും കുറവുണ്ടോ, എല്ലാം ഓക്കെ അല്ലേ എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ അങ്കിൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെയല്ലേ ഒരു ഹോട്ടലിലെ നല്ല നല്ല പ്ലസ് പോയിന്റുകളെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജ്യൂസ് ഐറ്റംസ് ഓർഡർ ചെയ്തു കേട്ടോ. എന്ന് ഞാൻ ഇവിടെ വന്നാലും ഫലൂഡ വിട്ട് കളിക്കില്ല, പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വാനില ഷേക്കാണ് ഓർഡർ ചെയ്തത്. വാപ്പച്ചി ഗ്രേപ്സ്, പിന്നെ അങ്കിള് മാംഗോ ഷേക്ക്, പിന്നെ ഉമ്മി ഓറഞ്ച് ജ്യൂസ്. എല്ലാം നമുക്ക് നമ്മളെ കുടിക്കുന്ന ടൈമിൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഈ ഓറഞ്ച് ജ്യൂസും പ്രത്യേകിച്ച് ഗ്രേപ്പ് ജ്യൂസും ഒക്കെ നമ്മൾ പെർഫെക്റ്റായിട്ട് ഈ ഒറിജിനലായിട്ട് നമുക്ക് നമുക്ക് തോന്നും നാച്ചുറലായിട്ട് നമ്മൾ കുടിക്കുകയാണ്. അങ്ങനെയാണ് അവരത് ഉണ്ടാക്കുന്നത്. ചില സ്ഥലത്ത് പൾപ്പൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കില്ല, അങ്ങനെയൊന്നും അല്ല ഇവിടെ. അതിനുശേഷം എനിക്കിഷ്ടമാണ് ഫലൂഡ എന്ന് പറഞ്ഞപ്പം ആ ഷാമിലായിട്ട് എനിക്കൊരു ഫലൂഡയും ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വളരെ ഹാപ്പിയോടെ ഞങ്ങൾ സാഫ്രോണിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. നിങ്ങളെല്ലാവരും പെട്ടെന്ന് സാഫ്രോണിലോട്ട് പൊക്കോളൂ. എൻജോയ് യുവർ ഹാപ്പിനെസ് വിത്ത് സാഫ്രോൺ. ഓക്കെ, ബൈ ബൈ.